ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ശിവരാത്രി ദിനാശംസകളൊക്കെ നേരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ശിവരാത്രി ദിവസമായതുകൊണ്ട് ഞങ്ങളപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് സദ്യ പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കാശിക്കുട്ടനോട് അത് കഴിക്കാൻ റെഡി ആയിട്ടിരി. കാശിക്കുട്ടൻ കഴിച്ച് തുടങ്ങി, അങ്ങനെല്ലാം വിളമ്പിയ സമയം കൊണ്ട് കാശി കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒത്തിരി കറിയൊന്നുമില്ല, അവിയൽ, ഇഞ്ചിക്കറി, പച്ചടി, അച്ചാറ്, സാമ്പാർ, പിന്നെ ദേ മോര് കറി, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ദേ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കറിയൊക്കെ എന്തായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാശിക്കുട്ടന് ഞാൻ ആദ്യം ഇലയൊക്കെ വെട്ടിയിട്ടപ്പോഴേ കാശിക്കുട്ടൻ അത് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. കാശിക്കുട്ടൻ്റെ കഴിപ്പ് കണ്ടോ. കഴിക്കല്ല, ചോറ് വരെ കഴിക്കുക. ഇപ്പം നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണോ വിളമ്പിക്കൊടുത്ത ഇലക്കകത്ത് കയറി ഇരുന്നാണോ കഴിക്കുന്നത്? ഒരാൾ നോക്കി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കണ്ടോ. അപ്പം കാശിക്കോട്ടൻ്റെ അച്ഛനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വരാൻ ഇച്ചിരി ലേറ്റ് ആകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ അതേ കാശിക്കൂട്ടൻ്റെ കഴിപ്പൊക്കെ കണ്ടോ. കാശിക്കൂട്ടൻ അതിലെ മുളകൊക്കെ പെറുക്കി എൻ്റെ ഇലയിലോട്ട് ഇടുകയാണ് കേട്ടോ. കഴിച്ചോട്ടോ, അവരെ കഴിച്ചാൽ ചേട്ടോ കഴിക്കേ. കഴിക്കേ. പുള്ളിക്ക് ആദ്യം വിളമ്പി കൊടുത്തത് കൊണ്ട് വയറ് നിറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറച്ച് കഴിച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അമ്മ കഴിക്കുക. ചുപ്പാണോ? കഴിച്ചിട്ട് പറ. അപ്പം ഇന്ന് ശിവരാത്രിയായിട്ട് എല്ലാവർക്കും ഉച്ചയ്ക്ക് എങ്ങനെയൊക്കെയായിരുന്നു ആഹാരം, അതൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഞ്ചിക്കറി ഒന്നും ഞാൻ വെച്ചാൽ ഇത്ര രുചി വരുന്നല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ഇഞ്ചിക്കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞ് കഴിച്ചില്ലേ? കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ?
അപ്പം എൻ്റെ ഇല ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കഴിച്ചിട്ടോ. അമ്മ കഴിച്ചു തരാം. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ ഫോൺ എങ്ങും വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഇതല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ അവിടെ താഴോട്ട് വെച്ച് ഓണാക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് കാശിക്കുട്ടൻ ഫോൺ ഓടി ചെന്ന് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോൺ എനിക്ക് അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് കഴിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ നമ്മളിവിടെ എല്ലാം വിളമ്പി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കഴിക്കാനായിട്ട് ഇല ഇട്ടിരുന്നത്. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ അവരുടെ മനസ്സിൽ എന്ത് ഓർമ്മ വയ്ക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അവനാണേലും ഇനി വളർന്ന് മുൻപോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ഞാനാണേലും ശിവരാത്രിയുടെ അന്നാണേലും അവനെ ഒരു ചോറൊക്കെ വെച്ച് ഒരുക്കി അവന് കൊടുത്തു. അപ്പോൾ അവന് അതിൻ്റെ അപ്പോൾ അവനാണേലും മുന്നോട്ട് കല്യാണമൊക്കെ കഴിച്ച് മുന്നോട്ട് ജീവിക്കുമ്പം അവനപ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ എൻ്റെ അമ്മ ചെയ്തതാണ് എന്ന് വെച്ച് അവനും അങ്ങനെ ചെയ്യണമെന്നല്ല, അവനങ്ങനെ ഓർമ്മയിലിരിക്കുമല്ലോ, അങ്ങനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചോ ചേട്ടായെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ വിശേഷ ദിവസങ്ങളും ഞങ്ങളെ കൊണ്ട് ആകുന്ന പോലൊക്കെ കാശിക്കുട്ടൻ എല്ലാം ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പം കാശിക്കുട്ടൻ ഇല എടുത്ത് അവിടെ ഇടുകയാണ്. ഇല എവിടെ വെച്ചേര് പൊന്നാ? ഇല മടക്കണം. അതിന് കൈ കഴിക്കണം. കാശിക്കുട്ടനെ മുഖം കഴിയിപ്പിച്ചതിൻ്റെ ഉള്ളൊരു കരച്ചിലായിരുന്നു കേട്ടോ ഇപ്പം കേട്ടത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. കാശിക്കുട്ടൻ ടാറ്റ പറ, ഇങ്ങോട്ട് നോക്കി പറ.